എല്ലാവർക്കും നമസ്കാരം. ഞാൻ സക്കീർ ഹുസൈനാണ്. ഇന്ന് ആഗസ്റ്റ് 18 തിങ്കളാഴ്ച. ആഗസ്റ്റ് 3rd വീക്കിലെ ഫസ്റ്റ് സെഷനായിരുന്നു. മാർക്കറ്റ് നമ്മൾ ഇന്നലെ പറഞ്ഞ രൂപത്തിൽ തന്നെ നല്ല ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് നടന്നു. നമ്മളൊരു 200 പോയിന്റിനുള്ളിലാണ് പ്രതീക്ഷിച്ചത്. എന്നാൽ 24,631 നിന്ന് 24,938 ഓപ്പൺ ചെയ്തത്. അതായത് 307 പോയിന്റോളം ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തത് കൊണ്ട് തന്നെ നമുക്ക് ഇൻട്രാഡേ ഓപ്ഷൻ ട്രേഡ് ചെയ്യുന്നതിന് കുറച്ചും ഡിഫിക്കൽട്ടായി മാറി എന്നുള്ളതാണ്. ഓപ്പൺ ചെയ്ത് അല്പം മുകളിലേക്ക്, അതായത് ഇന്നത്തെ ഹൈ ആയ 20,522 എന്നുള്ള ഹൈ ക്രിയേറ്റ് ചെയ്ത് പിന്നീട് സ്ലൈറ്റ്ലി ഡൗൺ സൈഡിലേക്ക് വരുന്നതായാണ് കണ്ടത്. അതായത് GST പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാനുള്ള പദ്ധതികളെ ഇൻവെസ്റ്റർമാർ പ്രോത്സാഹിപ്പിച്ചതോടെയാണ് ഇന്ന് സ്റ്റോക്ക് ഇൻഡെക്സുകൾ മികച്ച നേട്ടത്തോടെ ക്ലോസ് ചെയ്യാൻ കഴിഞ്ഞത്. നിഫ്റ്റി ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിലാണ് സ്റ്റാർട്ട് ചെയ്തതെങ്കിലും 25,000 എന്നുള്ള ഒരു റെസിസ്റ്റൻസ് സ്ട്രോങ് ആയിട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഇൻട്രാഡേ ഹൈ ആയ 25,022 വരെ, അതായത് 25,000 മുകളിൽ അല്പം മുകളിലേക്ക് പോയതിനു ശേഷം ഈ ഒരു ഹൈ ലെവലിൽ നിന്ന് ഒരു ചെറിയ പ്രോഫിറ്റ് ബുക്കിംഗ് കാരണം കൊണ്ട് ഇന്നത്തെ സെഷനിൽ നിഫ്റ്റി സ്ലൈറ്റ്ലി കുറച്ച് ഒരു 150 പോയിന്റ് അല്ലെങ്കിൽ ഒരു 100 പോയിന്റോളം താഴത്തേക്ക് വന്ന് 24,876 ക്ലോസ് ചെയ്തു. എന്നിരുന്നാലും മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ് പോസിറ്റീവായിട്ട് തന്നെയാണ് തുടരുന്നത്. വരും ദിവസങ്ങളിൽ 25,000 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ 25,250 വരെയൊക്കെ പെട്ടെന്ന് പോകാനുള്ള സാധ്യതയുണ്ട്. ഇമ്മീഡിയറ്റ് സപ്പോർട്ടായിട്ട് ഇപ്പോൾ 24,800 ഇപ്പോൾ 24,876 ഇന്ന് 24,852 എന്നുള്ള ലോ ക്രിയേറ്റ് ചെയ്തു. 24,800 എന്നുള്ള ഈ ഒരു റേഞ്ചാണ് സപ്പോർട്ടായിട്ട്, ഇമ്മീഡിയറ്റ് സപ്പോർട്ടായിട്ട് ഉള്ളത്. അതിനും താഴെ വീഴുകയാണെങ്കിൽ 24,500 വന്നേക്കാം. നിഫ്റ്റി, ആട്ടോ, റിയാലിറ്റി, കൺസ്യൂമർ ഡ്യൂറബിൾസ് എന്നിവ ഇന്ന് വൻ നേട്ടത്തോടെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. പ്രധാനമായും ഇവയാണ് ഇന്ന് നിഫ്റ്റിയെ ഉയർത്തിയത്. 2025 ദീപാവലിയോടെ GST റേറ്റ്സ് യുക്തിസഹമാക്കുന്നതിനായി നമ്മുടെ ഗവൺമെൻറ് നെക്സ്റ്റ് ജനറേഷൻ GST പരിഷ്കാരങ്ങൾ കൊണ്ടുവരും എന്ന് മിനിഞ്ഞാന്ന്, അതായത് ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ നമ്മുടെ PM പറഞ്ഞിരുന്നു. മാർക്കറ്റ് ക്ലോസ് ചെയ്യുമ്പോൾ സെൻസെക്സ് 676 പോയിന്റ് പോസിറ്റീവിൽ 81,274 എന്നുള്ള നിലയിലേക്ക് എത്തി. നിഫ്റ്റി 246 പോയിന്റ്, 245 സംതിങ്, അഥവാ 1% ഉയർന്ന് 24,877 എത്തി നിൽക്കുകയാണ്. നിഫ്റ്റി, ആട്ടോ അതുപോലെ സെലക്റ്റഡ് ഫിനാൻഷ്യൽ ഷെയറുകളിലെ ശക്തമായ റാലി തന്നെയാണ് ഇന്ന് 81,766 എന്ന ഇൻട്രാഡേ ഹൈ സെൻസെക്സ് ക്രിയേറ്റ് ചെയ്യാനുള്ള കാരണം. അതുപോലെ നിഫ്റ്റി 25,000 മുകളിൽ അല്പം പോയി 25,022 എന്നുള്ള ലെവലിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സെക്ടർ ബേസിൽ ഇനി നോക്കുകയാണെങ്കിൽ ആട്ടോ ഇൻഡെക്സ് 4% ഇന്ന് നേട്ടമുണ്ടാക്കിയത്. നിഫ്റ്റി കൺസ്യൂമർ ഡ്യൂറബിൾസ് 3.5 റിയാലിറ്റി 2 നേട്ടമുണ്ടാക്കി. എന്നിരുന്നാലും IT സൂചിക 0.5% ഇടിയുകയാണ് ഇന്ന് ചെയ്തത്. പ്രധാനമായും അപ്സൈഡിൽ നിഫ്റ്റി 25,000 മുകളിലുള്ള ഡിസീസീവ് മൂവിങ് മാർക്കറ്റിൽ ഒരു ബിഗ് റാലിക്ക് കാരണമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ന് BSEയിൽ ലിസ്റ്റ് ചെയ്ത സ്റ്റോക്കുകളിൽ മാരുതി സുസുക്കിയാണ് ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയത്. 8.94% അന്ന് ഉയർന്നിരിക്കുന്നത്. അതേപോലെ ബജാജ് ഫിനാൻസ്, അൾട്രാടെക് സിമെൻറ്റ്, ബജാജ് ഫിൻസർവ്, M&M, ഹിന്ദുസ്ഥാൻ യൂണിലിവർ എന്നിവ 3.5% മുതൽ 5% വരെ ഉയർന്നു. ഏറ്റവും കൂടുതൽ നഷ്ടം നേരിട്ടത് ഇന്ന് ITC ആണ്. 1.25%. ലാസൻ ലോബോ, എറ്റേണൽ, ടെക് മഹീന്ദ്ര എന്നിവ 1% മുതൽ 1.5% വരെ ഇടിഞ്ഞു. അതുപോലെ തന്നെ NSE ലിസ്റ്റ് ചെയ്തത് മാരുതി സുസുക്കി തന്നെയാണ് ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടായിരിക്കുന്നത്. ഹീറോ മോട്ടോകോപ്പ്, ബജാജ് ഫിനാൻസ്, നെസ്ലെ ഇന്ത്യ, ബജാജ് ആട്ടോ എന്നിവ പിന്തുടർന്നു. അതുപോലെ
ITC തന്നെയാണ് ഇതിലും ഇന്ന് ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടാക്കിയിരിക്കുന്നത്. അതോടൊപ്പം ലാർസൻ ടോബ്രോ, എറ്റേണൽ, ടെക് മഹീന്ദ്ര, NTPC എന്നിവയും. ഏതായിരുന്നാലും മാർക്കറ്റ് ഇന്നൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഓപ്ഷൻ ട്രേഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ പരിതാപകരം തന്നെയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് നാളെ, അതായത് ഇന്നലെ പറഞ്ഞിരുന്ന സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ ആദ്യം പരിശോധിച്ച് നാളെ ട്രേഡ് ചെയ്യാൻ ആവശ്യമായ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകളെന്ന് പറയാം. ഞാൻ നേരത്തെ വീഡിയോ എഡിറ്റ് ചെയ്തിരുന്നു, അത് പിന്നീട് വോയിസ് വരാത്തത് കൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ സെൻസസിൽ കാണാൻ കഴിയുന്നത്. അതായത് നമ്മൾ ഇന്നലെ പറഞ്ഞ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ എൻട്രി ലഭിച്ചിട്ടില്ല, 3 ഇൻഡെക്സിലും എൻട്രി ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നാളെ നമുക്ക് വാച്ച് ചെയ്യാനായിട്ട് സെൻസെക്സിൽ 81,800 റെസിസ്റ്റൻസും 81,080 സപ്പോർട്ടുമായിട്ട് വാച്ച് ചെയ്യാവുന്നതാണ്. അതുപോലെ ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരുമ്പോഴും നമുക്ക് ഇന്ന് എൻട്രി ലഭിച്ചിട്ടില്ല ഇന്ന് ട്രേഡ് ചെയ്യാനായിട്ട്. നാളത്തെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകളാണിത്. 56,200 റെസിസ്റ്റൻസും 55,600 സപ്പോർട്ടും. ഈ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ നാളെ നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ വാച്ച് ചെയ്യാം. ഇതിന് മുകളിൽ ഏതെങ്കിലും ഒരു ടൈം ഫ്രെയിമിൽ നിങ്ങൾക്ക് ക്രോസ് ആൻഡ് ക്ലോസ് ആവുകയാണെങ്കിൽ എൻട്രി എടുത്ത് പോകാവുന്നതാണ്. അതുപോലെ നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇന്ന് എൻട്രി ലഭിച്ചിട്ടില്ല. നാളേക്കായിട്ട് 24,800 സപ്പോർട്ടും 25,050 റെസിസ്റ്റൻസുമായിട്ട് നമുക്ക് വാച്ച് ചെയ്യാം. 25,050 മുകളിൽ പോവുകയാണെങ്കിൽ തീർച്ചയായും 25,200, 250 വരെ നിഫ്റ്റി പോകാനുള്ള സാധ്യതയുണ്ട്. ഒരുപക്ഷെ ഇതിന് മുകളിൽ നാളെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് നടത്തിയാലും 25,050 മുകളിൽ നിൽക്കുന്നിടത്തോളം നമുക്ക് 25,050 വരെ വരുന്നുണ്ട് എന്നുള്ളത് നോക്കിയിട്ട് ഇവിടെ നിന്ന് എൻട്രി എടുത്ത് മുകളിലേക്ക് പോകാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ 3 ഇൻഡെക്സുകളും നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ ആഡ് ചെയ്ത് ഈ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകളൊന്ന് മാർക്ക് ചെയ്യുക. നാളെ ഇവ ബ്രേക്കൗട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നോക്കി ഉചിതമായ സമയത്ത് എൻട്രി എടുത്ത് പോകുക. ഞങ്ങളുടെ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. നാളെ നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ.